വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. സാംസങ്ങിൻ്റെ ടി വിയാണ്. ഇപ്പോൾ ഇതിലിരിക്കുന്നത് ചൈന ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ലൈൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതിന് ഫുൾ സ്ക്രീൻ ആവണം. ഫുൾ സ്ക്രീൻ ആയാലേ ഇപ്പോൾ വീഡിയോ ഓഡിയോ എല്ലാം കറക്റ്റായിട്ട് വരും, പിക്ചറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ഐസി ഞാൻ ഓൾറെഡി മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എന്നിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഈ ബോർഡ് യഥാർത്ഥത്തിൽ ഒരു ഫിലിപ്സിൻ്റെ ടി വിയിലാണ് ഇരുന്നത്. അതിൻ്റെ ട്യൂബ് ഡള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട്. ഈ ബോർഡിൽ ആദ്യം വന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ LOT കംപ്ലൈൻറ്റ്. LOTയുടെ വയർ നല്ല വീർത്തിരിക്കുകയായിരുന്നു. അതാണ് ഇതിൽ വന്ന കംപ്ലൈൻറ്റ് ആദ്യമായിട്ട്. LOT മാറ്റിയിട്ട് സംഭവം ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ട്യൂബ് ഡള്ളായി. അപ്പോൾ അങ്ങനെയാണ് ആ ബോർഡ് രീതിയിൽ വെച്ചത്. അപ്പോൾ ഇതിലൊരു ചൈന ബോർഡ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. അത് മിന്നലിൽ പോയതാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് ഇതിൽ വെച്ചിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഫുൾ സ്ക്രീൻ വന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വെട്ടി ഈ ഒരു ലൈൻ അടിച്ചങ്ങ് തന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് വെർട്ടിക്കലൈസ് എല്ലാം വീക്കായിട്ട് ഇങ്ങനെ പ്രശ്നം വന്നതായിരിക്കുന്നു. പക്ഷേ വെർട്ടിക്കലൈസ് മാറ്റിയിട്ട് ശരിയായില്ല. പിന്നെ അതിൻ്റെ അടുത്തുള്ള കപ്പാസിറ്ററുകളുണ്ട്, അതും മാറ്റിയിട്ട് ശരിയായില്ല. പിന്നീട് മെയിൻ IC അതും മാറ്റിയിട്ട് ശരിയായില്ല. മെമ്മറി IC എന്നിട്ട് ശരിയായില്ല. പിന്നെയാണ് ഒന്നിരിക്കുകയെന്ന് വിചാരിച്ചത്. കാരണം ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവമാണ്, റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് പ്രശ്നമെന്ന് മനസ്സിലായി. ഓക്കെ, എന്തായാലും റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഇളക്കിയിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഫസ്റ്റിലാണ് കിട്ടുന്നതാണ്. ആദ്യമായിട്ട് ചൈന ബോർഡിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നതാണ് ഈ ഒരു റെസിസ്റ്റൻസ് പ്രോബ്ലമായിട്ട്. അല്ലാത്തൊക്കെ വെർട്ടിക്കലൈസിങ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡയോഡൊക്കെ മാറുമ്പോൾ തന്നെ ശരിയാവുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് മെനക്കെടേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു എക്സ്പീരിയൻസ്, അതായത് വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ടത് ക്ഷമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ നോ റീഡിങ്. അവിടെ ഒന്നും കാണിക്കുന്നില്ല, ഒരു റീഡിങ്ങും ഇല്ല. അപ്പോൾ ഇതിനർത്ഥം ഈ റെസിസ്റ്റൻസ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് വേറെ മാറ്റിയിടണം. അപ്പോൾ ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വാല്യൂ നോക്കി തന്നെ എടുത്തിടുകയും വേണം, ഇല്ലെങ്കിൽ വർക്കാവത്തില്ല. അപ്പോൾ ചൈന ബോർഡ് കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരെണ്ണം ഈ സെയിം വാല്യൂ, അതായത് ഞാൻ കളർ കോഡ് നോക്കിയാണ് ഇടുന്നത്. സെയിം കളർ കോഡ് നോക്കിയിട്ട് ഇടാം. ഇപ്പോൾ കളർ കോഡ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കറക്റ്റ് വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കളർ കോഡ് കറക്റ്റായിട്ട് അവിടെ കൊടുത്താൽ മതിയാവും. കളറൊക്കെ സെലക്ട് ചെയ്ത് എന്നിട്ട് കാൽക്കുലേറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രോപ്പർ വാല്യൂ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ മാറ്റിയിട്ടിട്ട് ഓൺ ചെയ്തിട്ട് നോക്കാം. വേറൊരു ബോർഡിൽ നിന്ന് കറക്റ്റ് ആ റെസിസ്റ്റൻസ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബോർഡിലോട്ടിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കറക്റ്റ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ ലൈൻ മാറി ഫുൾ പിക്ചർ വരുമെന്നാണ്, അതായത് ഫുൾ സ്ക്രീൻ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫൈനലി ടി വി ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ടി വി ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്.
ഓസിലേഷൻ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. നേരത്തെ ലൈനായിരുന്നു നിന്നത്. ഇപ്പോൾ കറക്റ്റ് ആ ബ്ലൂ ബാക്കിൽ ഫുൾ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് അവിടെ മാറി. ആ ഒരു റെസിസ്റ്റൻസ് പ്രോബ്ലം ആയിരുന്നതുകൊണ്ടാണ് ആ ഒരു ലൈനായിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഇത് മാത്രമല്ല വേറെയും കുറേ വീഡിയോസ് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.